സംസ്ഥാനത്ത് വീണ്ടും ദേശീയപാത ഇടിഞ്ഞു താണു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞു വീണത്. നവീകരണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച സംരക്ഷണ ഭിത്തിയാണ് തകർന്നത്. മണ്ണിട്ട് വീതി കൂട്ടിയ റോഡ് നിലവിൽ അപകടാവസ്ഥയിലാണ്. വിവരങ്ങളുമായി ആൽവിൻ തോമസ് ചേരുന്നു. ആൽവിൻ, ഈ അപകടം എപ്പോഴാണ് സംഭവിച്ചിരിക്കുന്നത്? അവിടുത്തെ അതുവഴിയുള്ള ഗതാഗതമൊക്കെ തടസ്സപ്പെട്ടിട്ടുണ്ടോ? വിവരങ്ങൾ എന്താണ്? ലക്ഷ്മി, ഈ പ്രദേശത്ത് കനത്ത മഴയാണ് 2 ദിവസമായി പെയ്യുന്നത്. ഇന്നലെ വൈകുന്നേരം മുതൽ കനത്ത മഴ പെയ്യുന്നുണ്ട്. ദേശീയപാത 85-ൻ്റെ നവീകരണ പരിപാടികൾ നടക്കുകയാണ്. നേരിമംഗലം മുതൽ മൂന്നാർ വരെയുള്ള മേഖലയിൽ പലയിടങ്ങളിലും ഈ സംരക്ഷണ ഭിത്തി കെട്ടിക്കൊണ്ടുള്ള റോഡ് നിർമ്മാണമാണ് നടക്കുന്നത്. ഇത് പള്ളിവാസലിന് സമീപമാണ് മണ്ണിടിഞ്ഞ് വലിയ തോതിൽ സംരക്ഷണ ഭിത്തിക്ക് റീറ്റെയിൻമെൻറ്റ് വോളിന് തന്നെ ഒരു വിള്ളൽ സംഭവിച്ചിരിക്കുന്നത്. അത് അകന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാഴ്ചയിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ നഷ്ടം സ്വാഭാവികമായും ഉണ്ടാകും. ഈ നിർമ്മാണത്തിൽ ഉണ്ടാകുന്ന അപാകതകൾ കൂടിയാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. നേരത്തെ തന്നെ പലയിടങ്ങളിലും ഈ റോഡിൻ്റെ പലയിടങ്ങളിലെയും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അപാകതയുണ്ട് എന്നുള്ള നാട്ടുകാർ ആരോപിച്ചിരുന്നു. ഈ പലയിടങ്ങളിലും വളവുകൾ നിവർത്താത്തതിലുള്ള പ്രശ്നങ്ങളുണ്ട്. അത്തരം വിഷയങ്ങൾ ഉള്ള ഒരു പ്രദേശമാണ് ഈ പള്ളിവാസലിന് സമീപമുള്ള ഇന്നലെ മണ്ണിടിഞ്ഞിരിക്കുന്ന ഈ പ്രദേശം. വലിയ തോതിൽ അവിടെ മണ്ണ് നിറച്ചുകൊണ്ട് സംരക്ഷണ ഭിത്തി കെട്ടിയാണ് നിർത്തിയിരുന്നത്. പക്ഷേ ആ മണ്ണിടിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ശക്തമായ മഴ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സംരക്ഷണ ഭിത്തി പൊട്ടിയിട്ടുള്ളത്, തകർന്നിട്ടുണ്ട് ആ ഒരു ഭാഗം എന്നുള്ളതാണ്. നമുക്ക് ഒരുപക്ഷേ കൂടുതൽ മഴ പെയ്യുകയാണെങ്കിൽ ഈ സംരക്ഷണ ഭിത്തി തകർന്ന് താഴേക്ക് ഈ മണ്ണുൾപ്പെടെ പതിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ദേശീയപാതയുടെ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഇന്ന് രാവിലെ പരിശോധനയ്ക്കായി എത്തിയിട്ടുണ്ട്. തുടർ നടപടികൾ ഉടൻ സ്വീകരിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും പലയിടങ്ങളിലും ഈ ദേശീയപാത 85-ലെ നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്നുള്ള ഒരു പരാതി അത് നിലനിൽക്കുകയാണ്. ലക്ഷ്മി.